സാർ, ഈ തുർക്കിയുടെ ആയുധങ്ങളുടെ ഒരു ക്വാളിറ്റി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. ഏകദേശം 350ഓളം ഡ്രോണുകളാണ് ആകാശ് മിസൈൽ അടിച്ച് നിലംപരിശാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ തുർക്കിയുടെ ആയുധ ശേഖരമൊക്കെ ചൈനയുടെ ആയാലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിലും പിന്നെ മികച്ചതാണ് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറഞ്ഞിട്ടാണ് 18 രാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടി കാവൽ നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇനി പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ തുർക്കി ഒന്ന് ചുവട് മാറ്റുകയാണ് ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിൽ ഒരു ആയുധ ഫാക്ടറി തുറക്കാൻ തുർക്കി ഒരുങ്ങുകയാണ്. എന്തായിരിക്കും തുർക്കിയുടെ ഉദ്ദേശം? ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഇപ്പോൾ ഒന്നിക്കുന്നുണ്ട് ഇന്ത്യയെ തകർക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ തുർക്കിയും കൂടെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഭയപ്പെടേണ്ടതുണ്ടോ? ഇന്ത്യയെ സംബന്ധിച്ചില്ല എങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കരുതിയേ മതിയാവത്തുള്ളൂ. ഈ പാൽപ്പായസത്തിനകത്ത് കല്ല് കാട്ടിയാലും പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ലല്ലോ. അന്നേരം പറഞ്ഞവരോട് ഇവിടെ വന്ന് ഇയാൾ ഈ ഖലീഫയാവാൻ നിൽക്കുന്ന ആളാണ്. ഈ സൗദി അറേബ്യ വെട്ടി ഖലീഫയാവാൻ നിൽക്കുന്ന ആളാണ്. മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ വരിക, എർദോഗന് ഖലീഫയാവണം. അപ്പോൾ അതിന് നിൽക്കുന്ന ആളാണ്. അപ്പം ഇയാൾ പാകിസ്ഥാന് ആയിട്ട് ഇന്ത്യയാണ് ഏറ്റവും വലിയ ശത്രുതാണ്. ഇന്ത്യയാവാൻ ശത്രു എന്നാൽ നമ്മളുമായിട്ട് മര്യാദയ്ക്കൊക്കെ നിന്ന് ഇവൻ്റെ അവിടെ ഈ ഭൂകമ്പം ഉണ്ടായപ്പോഴും മറ്റേ വന്നപ്പോഴും അന്ന് നമ്മൾ തവിടും പിണ്ണാക്കോ കൊടുത്ത് ഇവനെ ഇട്ടതാണ്. മനസ്സിലായില്ലേ? ചോദിക്കാതെ കൊടുത്താൽ അത് നമ്മളെന്നും കൊടുക്കും, ഇനിയും കൊടുക്കും. നമ്മുടെ ഈ സംസ്കാരം അങ്ങനെ. അവനെ മേടിച്ച് നിന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ അവനത് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ വിമാനത്തെ കൊണ്ട് സാധനം കൊടുത്തു. നമ്മൾ കണ്ടു. അന്നേരം പറഞ്ഞു ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ കപ്പലെ കൊണ്ട് കൊടുത്തു. കപ്പലെ കൊണ്ട് കൊടുത്തപ്പോഴും പറഞ്ഞു ഞങ്ങൾ അതുവഴി കയറിപ്പോയതാണ്. അമ്മാവൻ്റെ വീട്ടിൽ അതുവഴി കയറി അങ്ങോട്ട് ഇറങ്ങാൻ വേറെ ദുബായി പോയപ്പോൾ അതുവഴി കയറിപ്പോയത്. ആ ശരി, ഓക്കെ. ഇയാൾ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് പൊട്ടിച്ച് 10-300 എണ്ണം 600ഓളം ഉണ്ടെന്നാണ് പറഞ്ഞ് മൊത്തവും അടിച്ച് ഊരക്കളഞ്ഞു. കാരണം ഇവന് എന്തേലും കാര്യം ഉണ്ടായിരുന്നു. ഇവൻ നേരത്തെ ഈ പറയുന്ന പോലെ ഇവനായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ, ഇവന്മാർക്കൊരു മൊണോപ്പൊളി ഉണ്ടായിരുന്നു. നമ്മൾ പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ ഡ്രോൺ നിർമ്മാതാവ്, ഭയങ്കര ടെക്നോളജിയാണ്. ഇവർ ഫ്രാൻസിനെയൊക്കെ അടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇപ്പം പലയിടത്തും അടിച്ച് വിജയിച്ച് നിന്ന സാധനം ഇവിടെ കൊണ്ടുവച്ച് അടിക്കാൻ നോക്കി അവൻ്റെ പോച്ച അടിച്ച് തീർത്ത് അവൻ്റെ മരുമോൻ എൻ്റെ കച്ചവടക്കാരൻ. മോളും മരുമോനും ആണെന്നല്ലോ. ഇപ്പം ട്രംപിൻ്റെ ആയാലും മോളും മരുമോനും മറ്റേ ഇവരെല്ലാം കച്ചവടക്കാർ. യൂസിൻ്റെ ആണെങ്കിലും മോളെ കച്ചവടം, ഇയാളും മോനും മരുമോളും ആ കച്ചവടം. രാജ്യത്തെ കച്ചവടം ഇപ്പോൾ എല്ലാം ഡ്രോണിൻ്റെ കച്ചവടം അങ്ങ് നിന്നു. ഇല്ലേ, ചൈനക്കാരൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെയും വിമാനത്തിൻ്റെയും കച്ചവടം നിന്നതുപോലെ ഇവൻ്റെ ഡ്രോണിൻ്റെ കച്ചവടം നിന്ന് ഈ ഒരു അടിയോടുകൂടി. അപ്പോൾ ഇതിന് ശേഷം ഈ നമ്മളെ നരേന്ദ്രമോദി ഇത് അറിഞ്ഞതിന് ശേഷം കുഴപ്പമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നറിയാമെന്നല്ലേ, ഇവിടുത്തെ കച്ചവടക്കാർ പറഞ്ഞു ഇയാൾ ആപ്പിൾ ഇനി ഇവിടെ വേണ്ട. പിന്നെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയെ എടുത്ത് പറഞ്ഞു ഇനി ഇവിടെ ഉണ്ടാക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. അവന്മാരെ ഒന്ന് കോടതിയെ കൊണ്ട് കൊടുത്തിട്ട് കോടതി അവിടെ പിടിച്ചു വെച്ചേക്കുക. ഇവിടെ ഈ വിമാനത്താവളങ്ങളിൽ ഇവരുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഓപ്പറേഷൻസ് ചെറിയ. പിന്നെ മാത്രമല്ല, പിന്നെ അതിനുശേഷം ടൂറുകൾ മൊത്തം വരും. കഴിഞ്ഞ ഇപ്രാവശ്യത്തെ ടൂറിൻ്റെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തെ ലിസ്റ്റ് വന്നായിരുന്നു. മുൻകാലത്തെ അപേക്ഷിച്ച് 35% കുറവാണ് വന്നേക്കുന്നത്. അത് വളരെ വലിയ കുറവിലേക്ക് വന്നത്. അതായത് നേരത്തെ 100 രൂപയുടെ കച്ചവടം നടന്നിട്ട് ഇപ്രാവശ്യം 35 രൂപയുടെ കച്ചവടമേ ഉള്ളൂ. 30% കുറവല്ല, 35% ഉള്ളൂ. അപ്പോൾ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പറയും, വളരെ വലുത്. മാത്രമല്ല ഇവരുടെ ശത്രു അർമേനിയ എന്ന് പറയുന്ന കുറേ രാജ്യമായിട്ട് എന്നും യുദ്ധമാണ്. അവിടെ ഇയാൾ കഴിഞ്ഞ് കയറി നമ്മുടെ കാശ്മീരിൻ്റെ കൂട്ട് കുറേ പ്രദേശമൊക്കെ വല്ല ഗ്രീസുമായിട്ട് വിഷയം നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്ന് പ്രതിരോധ കരാർ ഒപ്പിച്ച് എന്താ വേണ്ടതും തരാമെന്ന് പറഞ്ഞ് ബ്രഹ്മോസ് മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. മാത്രമല്ല ഈ അർമേനിയുമായിട്ടൊന്നും പ്രശ്നം, ഇയാളുടെ ഡ്രോണും കൊണ്ടായിരുന്നില്ല. അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ സാധനം കൊടുത്തു, ആകാശ മിസൈൽ കൊടുത്തു. പടപടപടോന്ന് ഇപ്പോൾ മറ്റേ ഡ്രോൺ അങ്ങ് നിർത്തും. ഇതിൻ്റെ കലിപ്പെല്ലാം കൂടെ കിടക്കും. അതുപോലെ ഈ മറ്റേടത്തുണ്ടല്ലോ ഈ അന്ന് കൂടെ ഇന്ന് ഈ അർമേനിയ യുദ്ധം ചെയ്യുന്നതായിരുന്നു അസർബൈജാൻ. അപ്പം ആ രീതിയിലൊക്കെ ഇയാൾ ആകെപ്പാടെ അങ്ങ് പെട്ടു, നാശമായി. ഇപ്പം അതിന് പകരം ഇയാൾ നമ്മളവിടെ വട്ടം കൊണ്ട് വെച്ചേക്ക് വന്നിട്ട് ഇപ്പം ഇവനെ നോക്കിയിരിക്കുക, ബ്രഹ്മോസ് എല്ലാം കൂടെ ഏതാ ഗ്രീസിൽ നിന്ന് നോക്കിയിരിക്കുക, അർമേനിയെ നോക്കിയിരിക്കുക, മറ്റൊരുത്തെന്ന് പറഞ്ഞു എന്താ വേണ്ടത് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇവൻ്റെ വിമത പോരാട്ടം അല്ലെങ്കിൽ കുറേ പ്രദേശം പിടിച്ചു വെച്ചിരിക്കുന്നില്ല ആ പ്രദേശത്ത് ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങിയാ മറ്റേടത്ത് നിന്നിട്ടില്ല അങ്ങോട്ട് കൈ ചൂട്ടി നിൽക്കുന്ന ഫോട്ടോ അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഇവൻ്റെ ചങ്കടിച്ചു പോയി. കാരണം അതാ ഈ മോദിയുടെ നയതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം ഇയാൾ ഇവിടെ കയറിയൊക്കെ ഒന്നൊരെന്താ പറയുക, പാകിസ്ഥാൻ ഉഗ്ര സ്ഥലമായിട്ടു കയറിയാൽ രക്ഷപ്പെടാം. കമ്പനികളെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോവുക. ഇനി അവിടെ കച്ചവടം വേണ്ട. കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടില്ലായിരുന്നു തന്നെ, എല്ലാം നിർത്തി. കാരണം എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നാൽ കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ പറയത്തില്ലേ ഈ കട ഒഴിയുന്നതിന് മുമ്പ് ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്, കിട്ടുന്ന വിലയ്ക്ക് വലിയ അന്താരാഷ്ട്ര ലോക നിലവാരത്തിലുള്ള പല കമ്പനികളും പാകിസ്ഥാനിൽ നിന്ന് വന്നേരാ. ഇപ്പോൾ പറയുന്ന ആ പല്ല് പൊഴിഞ്ഞിരിക്കുന്ന അപ്പൂപ്പൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇയാൾ ഏതാണ്ട് ഫാക്ടറി ഇടാൻ പോകുന്നത്, പ്രതിരോധ കരാർ എന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പിക്കാനാണ്. ഇത് പണ്ട് ഇല്ല ഏതാണ്ടൊരു കാര്യം പറഞ്ഞപ്പം നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, അന്ന് പള്ളിയിൽ പോയിട്ടില്ല പിന്നെ ഇപ്പോഴെന്ന്
എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇത് ഇയാളൊരു ഈ നമ്മൾ കാണിക്കുന്നതിന് പകരവും ഒരു രീതികൾ മാത്രമല്ല, ഇയാൾ ഈ ഖലീഫയാവാൻ നടക്കൂല്ലോ. അപ്പൊ ഈ മുസ്ലിം രാജ്യങ്ങളെ ഇതുപോലെ തീവ്ര സ്വഭാവമുള്ള ഇവിടെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിയന്ത്രണം. യൂനസിൻ്റെ പുറകിൽ അവർ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും എല്ലാം മാറി നിൽക്കുകയാണ്. അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവരുടെ ഒരു മതരാജ്യവും സംവിധാനത്തിന് വേണ്ടി വേണ്ട പ്രമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്രതിരോധ മേഖലയിൽ ആവശ്യമെങ്കിൽ നമ്മൾ ഇന്ത്യ അടിക്കുന്നതിന് വേണ്ട ശക്തിയൊക്കെ ബലപ്പെടുത്തിയൊക്കെ കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളതാണല്ലോ അവിടെ കയറി പറഞ്ഞത്. അവിടെ കയറി ഇവിടുത്തെ പട്ടാളം കയറി കമാൻഡർ കയറി പറഞ്ഞു ഇതുപോലെ ചിക്കൻ നെക്കിൻ്റെ അവിടെ ആവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട്, മാറ്റിക്കോണോ ഇല്ല ഞങ്ങൾ മാറ്റും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു രാജ്യത്തിൻ്റെ അധികാരത്തെ ലംഘിച്ച് പട്ടാളം പറയാതെ പോലും കയറി ചെന്ന് ഒരു രാജ്യത്ത് കയറി പറയാന്ന് പറയാൻ അവൻ എന്തോ ഉണ്ട് എന്ന് ആലോചിച്ചു. അവൻ നമ്മുടെ രാജ്യത്ത് എങ്ങനെ കയറാൻ പറ്റുമോ? ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് ഈ ചർച്ച ചെയ്യണമെന്ന് ഇന്നടത്ത് തീരുമാനിച്ച് ചർച്ച ചെയ്യാനേ ഒക്കത്തുള്ളൂ. അത് രാജ്യത്തോട് കയറിച്ചെന്ന് പറയാൻ പറ്റും. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ബംഗ്ലാദേശ്. അവിടെ അയാൾ കൊണ്ടുവന്ന് കരാറിടാൻ പോകുന്നത്. മാത്രമല്ല നമുക്ക് ബംഗ്ലാദേശ് ത്രെട്ട് ഉണ്ടാകുന്ന എന്തോ 4200 കിലോമീറ്റർ ആണല്ലോ ഈ പറയുന്നത് പോലെ അതിർത്തി എന്ന് വെച്ചാൽ അതിനെ നമ്മൾ വളഞ്ഞു നിൽക്കുകയല്ലേ. നമുക്ക് ഇത്രയും ബോർഡർ വരുമ്പോൾ ഇവനെ നമ്മൾ വളഞ്ഞ് പൊതിഞ്ഞു നിർത്തിയേക്കുക. ഇവൻ അവിടുന്ന് പറന്ന് യൂനസിൻ്റെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ ആലോചിക്കണം. അവിടെ വേറെ പറന്നു പോക്കി മേപ്പോട്ട് വരണ്ട, നമ്മൾ അനുവദിക്കണം. അപ്പം അതേ രീതിയിലേക്കുള്ളൊരു രാജ്യവും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ ഈ ലോകക്രമവും നമുക്ക് പിന്നെ ഈ മാത്രമല്ല ഈ പട്ടി കിടന്ന് ചന്ദ്രൻ ഉച്ച നിൽക്കുമ്പോൾ കുരച്ചാൽ നമ്മളിതൊക്കെ ശ്രദ്ധിക്കാൻ പോയാലേ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. എല്ലാം നമ്മുടെ മേളിൽ സാറ്റലൈറ്റ് ചാനലിലും മറ്റൊന്നും മറിച്ചതെന്ന് വെച്ചൊക്കെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നാലും ഈ പറയുന്ന പോലെ തന്നെ ആദ്യം ചോദിച്ച പോലെ പ്രശ്നമുണ്ടോ? ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അന്ന് കാശ്മീരിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചിരുന്നതൊക്കെ വന്ന് നമ്മുടെ കുറേ ആൾക്കാരെ കൊന്നതിൻ്റെ മറുപടിയായിട്ടാണല്ലോ സിന്ദൂർ ഓപ്പറേഷൻ നടക്കേണ്ടി വന്നത്. അപ്പം ദീർഘമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ മതിയാവത്തുള്ളൂ. കാരണം നമ്മൾക്ക് ഉള്ള മുന്നേറ്റം, അതായത് നമ്മളൊന്നുമില്ലാത്ത നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അല്ലെ അവൻ പറയത്തില്ല ചില ആൾക്കാർ, ചില ശ്രദ്ധിച്ചിട്ടില്ല, അയ്യോ അവൻ പാമ്പ് പിടിച്ചവൻ എന്തുവാ, അവനെ കൊണ്ടൊരു ഗുണവുമില്ല, അവനായി പാമ്പ് പിടിച്ചവൻ. അപ്പോൾ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തോ അടി പോകുന്നത്, നീ ആരാടെ ചോദിക്കാന്ന് ചോദിച്ചാൽ അവിടെ കാര്യമാട്ടോ, അത് അവൻ പറയുന്നത് കേട്ടാൽ വാങ്ങി കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മുടെ 10 പൂത്തനുമൊക്കെ ഉണ്ട്, നമ്മുടെ അടുത്ത് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ പുറത്ത് കയറണമെങ്കിൽ നിൽക്കണം. അപ്പം നമ്മൾ ചോദിക്കാൻ നിൽക്കുക ആ രീതിയിൽ. അപ്പോൾ ഇയാളും നമ്മളവിടെ ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മൾ നമുക്കെതിരെ നിന്നവൻ്റെ അടുത്ത് മൊത്തം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവനെ നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവൻ്റെ ശത്രുക്കളെ നമ്മൾ സജീവമാക്കിയിട്ടുണ്ട്. അവിടുത്തെ നയതന്ത്രം ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കെതിരെ അതിനു മുമ്പേ നമ്മൾ ഇതിനൊന്നും പോയിട്ടില്ല, നമ്മൾ ഇവനെ സഹായിച്ചിട്ടുള്ളൂ. നമുക്കെതിരെ നീക്കം നടത്താൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ കൂടുതൽ ഒരു സാധ്യത വരുന്നിടത്തെല്ലാം അത് ഉപയോഗപ്പെടുത്തുന്നു. പാകിസ്ഥാനിൽ കൂടി ഉപയോഗപ്പെടുന്നു, ബംഗ്ലാദേശിൽ ഉപയോഗപ്പെടുത്തുന്നു. അത് എത്രത്തോളം ബലപ്പെടുമെന്നോ എത്രത്തോളം ഇയാളെ പിന്നെ നാറ്റോ രാജ്യം കൂടെ അമേരിക്കയുടെ അതിൻ്റെ കൂടെ റഷ്യ എടുത്തും ചെല്ലുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവന് മനസ്സിലാവും. അപ്പം ഡ്രോൺ കച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് വിലപ്പെടുത്തി പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയോട് വില പോകുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയോട് മൽപ്പിടിച്ച് നിൽക്കുന്നതിനോ സാധ്യമായ ഒരു തുർക്കിയൊന്നുമില്ല. തുർക്കിയെ തൂക്കി ഇന്ത്യ നിലത്തടിക്കും, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടെ അറിയുമ്പോഴത്തേന് തുർക്കിയുടെ കാര്യത്തിനകത്ത് നമ്മൾ ഒരു തീരുമാനമാക്കും വിഷയം വന്നാൽ. അല്ല തുർക്കി ഡയറക്റ്റ് ഒന്നും ഇന്ത്യയുമായിട്ട് മുട്ടുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം അതിനെ ആരെയും കൂട്ടുപിടിച്ചാൽ തുർക്കിയുടെ കൂടെ ആരും കാണത്തില്ല. മനസ്സിലായില്ല? അമേരിക്കയും കാണത്തില്ല, റഷ്യയും കാണത്തില്ല. ഇന്ത്യ അടുത്ത് അങ്ങനെ മുട്ടാൻ വരുന്നൊരവസ്ഥയില്ല. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇല്ല. മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പുറകെ കൂടെ കൊണ്ടുവന്ന് ഡ്രോൺ കൊടുക്കുകയൊക്കെ ചെയ്യും. പാകിസ്ഥാന് കൊടുത്തതിൻ്റെ ഗുണം അവൻ അനുഭവിച്ചു. ഈ ബംഗ്ലാദേശിലും കൊടുക്കട്ടെ. അത് തന്നെയാണ് ഇപ്പം ഈ അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവരും അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനവും പറയുന്നതും അല്ലെങ്കിൽ നോക്കിക്കണ്ടിരിക്കുന്നു.